ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഹെൽത്തി ഉപ്പുമാവാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റവ 2.5 കപ്പ്, 250 ml മെഷർമെൻറ്റ് കപ്പിൽ അളന്നെടുത്തത്. തേങ്ങ ചിരകിയത് 1 കപ്പ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ്, ചീര ചെറുതായി അരിഞ്ഞെടുത്തത് 1/2 കപ്പ്, ഓയിൽ ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, സവാള 1 ചെറുതായി അരിഞ്ഞെടുത്തത്, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് വറുത്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ റവ അടിയിൽ പിടിക്കും. അപ്പം ഇതിപ്പോൾ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മീതെ ഇങ്ങനെ ആവി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ റവ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ കടായിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇടാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. പച്ചമുളക് ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചി വേപ്പില എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മൾ 2.5 കപ്പാണ് റവ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4.5 കപ്പെങ്കിലും വെള്ളം വേണം റവ വെന്ത് കിട്ടുന്നതിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളയ്ക്കണം. ഇനി ഇത് തിളയ്ക്കട്ടെ. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റവ ഇടാം. ഇനി നന്നായി ഇളക്കി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. ക്യാരറ്റ് ഇടാം. അരിഞ്ഞു വെച്ച ചീരയും ഇടാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം.
ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ഹെൽത്തി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഹെൽത്തി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്.